ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടിരിക്കുന്നത് ഒരു പുതിയൊരു പ്രൊജക്റ്റ്, വെരി എക്സൈറ്റിംഗ് പ്രൊജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. ഫോർസേജ് സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ് ഈ പ്രൊജക്റ്റ്. ഇതൊരു ഇതേറിയം ബേസ്ഡ് ഒരു സ്മാർട്ട് കോൺട്രാക്ട് പ്രൊജക്റ്റ് ആണ്. ഇറ്റ്സ് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് എന്ന് മീൻസ് എന്ന് വെച്ചാൽ വേറൊരു ടീമോ ഒന്നും കൺട്രോൾ, ബാങ്കോ അല്ല ഇതിനു മുമ്പ് വേറൊരു ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ. ഇത് ഫുള്ളി ബേസ്ഡ് ഓൺ ഇതേറിയം ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഈ ഇതേറിയം ടെക്നോളജിയിൽ അണ്ടറിലുള്ള ഒരു ഫുള്ളി കമ്പ്യൂട്ടർ ബേസ്ഡ് ഇന്റർനെറ്റ് സോഫ്റ്റ്വെയർ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഫോർസേജ്. Okay, so it's completely systematic, completely designed ഒരു സോഫ്റ്റ്വെയർ രീതിയിൽ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതൊരു ഒരു ഇതിൻ്റെ ഡെവലപ്പർ ആദ്യം ഡെവലപ്പ് ചെയ്തിട്ട് അവർക്ക് ഈ ഒരു പ്രോഗ്രാം, ഒരു പ്രൊജക്റ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ട് വേറൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതുവരെ ആയിട്ട് ഒന്നും ചേഞ്ചസ് വരത്തില്ല. കാരണം ഇറ്റ്സ് ഓൾറെഡി ഓൺ എ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ. ഓക്കെ, സോ നമുക്ക് ഇത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊരു ചെറിയൊരു മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് റെഫർ ചെയ്യുക എന്നാണ് കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൽ 12 സ്ലോട്ട് കിട്ടും. അതായത് X3 എന്ന ഒരു കാറ്റഗറിയും X4 എന്ന കാറ്റഗറിയിലായി 12 24 സ്ലോട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ലീഡർ, ഇപ്പോൾ ഇൻ ദിസ് കേസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. ആ X3 കാറ്റഗറിയിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഇത് ജോയിൻ ചെയ്ത ശേഷം 3 ആൾക്കാർ ഇതാക്കുക. X4 ടെക്നോളജിയിൽ നമ്മൾ 2 പേരും 3 ടോട്ടൽ നമ്മൾ 4 പേരും കൂടി കൊണ്ടുവരേണ്ടതാണ് ടെക്നോളജിക്കലി. ഓക്കെ, സോ X3യും X4ഉം. അപ്പോൾ ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 0.025 into 2 പ്ലാറ്റ്ഫോമിൽ, അതായത് 0.05 ആണ്. അത് ഏകദേശം ഒരു ഇതേറിയം എന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പീസിൽ 10,000 റുപ്പീസ് വരും ഒരു ഇതേറിയം. അപ്പോൾ അത് ഇതിൽ എക്സാക്ട്ലി അറൌണ്ട് $10 അത്രേ വരുന്നുള്ളൂ. $10 or $15 അടുക്കാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഓരോ സ്റ്റേജ് കഴിഞ്ഞു. നമ്പർ 1 അവിടെ കാണുന്ന പോലെ മൂന്ന് ആൾക്കാർ കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് നമ്പർ 2 സ്ലോട്ട് ഓപ്പൺ ചെയ്യാം വീണ്ടും. അപ്പോൾ അത് ഡബിൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫോർസേജ് X3യിൽ 0.025ഉം ഫോർസേജ് X4ൽ 0.025 കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ്, അതായത് 0.05 ഇത്തരെയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ശേഷം ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ 3 ആൾക്കാരെ നമ്മൾ അണ്ടറിൽ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ X3യിലും അതേപോലെ നമ്മൾ X4ലും 6 ആൾക്കാർ റെഫർ ചെയ്യാം. ഓക്കെ, റെഫർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അത് നമ്മൾ ടോപ്പിൽ ലീഡർ റെഫർ ചെയ്യുകയാണെങ്കിൽ സ്പിൽ ഓവർ ആയിട്ട് അത് ഏറ്റെടുക്കുന്നതാണ്. ഓക്കെ, സോ X3ന്റെ കാറ്റഗറി എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ 2 പേര് ഡയറക്റ്റായി കൊണ്ടുവരുമ്പോൾ ആ ഓരോ താഴെയുള്ള ലെഫ്റ്റും മിഡിലുള്ളവരും ജോയിൻ ചെയ്യുമ്പോൾ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന 0.025 അത് നമ്മളുടെ ഇതേറിയം വാളറ്റിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. ഇതിൽ വേറൊരു ഡീവിയേഷൻ ഇല്ല, വേറൊരു ആൾക്കാരില്ല, വേറൊരു കമ്പനി മാനേജ് ചെയ്യുന്നില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ്. അതുകൊണ്ടാണ് ഇതിന് ഡീസെൻട്രലൈസ്ഡ് എന്ന് കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരും, രണ്ടാമത്തെ ആൾക്കാർ കൊണ്ടുവരുമ്പോൾ അതും ഡയറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ 0.025 മൂന്നാമത്തെ ആൾക്കാർ നമുക്കത് വരുമ്പോൾ അത് നമ്മൾ എടുത്ത അക്കൗണ്ട് വേണ്ടി ടോപ്പ് ചെയ്യാം വേണ്ടിയിട്ട് ഉപയോഗിക്കും ആ തേർഡ് ആൾക്കാർ. അപ്പോൾ എന്താ വെച്ചാൽ മൂന്നാമത്തെ അത് ഈ ഒരു ഇത് സർക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് രണ്ടാൾക്കാർ വരുമ്പോൾ ഇതേ കോൺസെപ്റ്റിൽ ഈ പ്രോസസ്സ് സർക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അത് എത്ര അൺലിമിറ്റഡ് ടൈംസ് നമുക്ക് സർക്കിൾ ചെയ്യാം. നമുക്ക് ഈ സ്ലോട്ട് ഈസ് ഓൾറെഡി ബുക്ക്ഡ്. അപ്പോൾ ഇത് എത്ര ആൾക്കാർ നമ്മൾ അണ്ടറിൽ വരുന്നാലും എനി ടൈം അൺലിമിറ്റഡ് ടൈംസ് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, വേറൊരു കാര്യം, നമ്മൾ അണ്ടറിൽ പാർട്ട്ണർ, ഇപ്പോൾ നമ്മൾ ഒരാളെ കൊണ്ട് അവർ ഭയങ്കര ആക്റ്റീവായി ചെയ്താൽ അവർ 2 ഏരിയ കൊണ്ട് എന്നിട്ട് ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ആ സെക്കൻഡ് സ്ലോട്ടിലേക്ക് മൂവ് ഇവിടെ കാണിക്കുന്നത് പോലെ അവർ ആ ഒരു കാറ്റഗറി എടുത്ത് അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, നൗ X4നെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇത് ആദ്യം ജോയിൻ ചെയ്ത ശേഷം 2 ആൾക്കാർ ആദ്യം കൊണ്ടുവരുന്നു.
ആ രണ്ടാൾക്കാർ അണ്ടറിൽ വേറെ രണ്ടാൾക്കാരും വേറെ രണ്ട്, അപ്പോൾ ടോട്ടൽ 6 ആൾക്കാരാണ് നമ്മൾ ഇരുന്നത്. ആദ്യത്തെ രണ്ടാൾക്കാരുടെ അവര് വരുമ്പോൾ കിട്ടുന്ന ഇൻകം അത് നമ്മുടെ ടോപ്പ് ലൈൻ, നമ്മുടെ എന്നെ ഇപ്പോൾ ആരാണ് റെഫർ ചെയ്ത അവർ ടോപ്പ് ലൈനിലേക്ക് ആ ഇൻകം പോകും. നെക്സ്റ്റ് അവർ അണ്ടറിൽ 3, 4, 5 അത് ആദ്യം റെഫർ ചെയ്യുന്ന എനിക്ക് ഇൻ ദിസ് കേസ് ഇപ്പം എനിക്ക് കിട്ടും. ഓക്കെ, അതേപോലെ സിക്സ്ത് അപ്പോൾ പിങ്ക് കളറിലുള്ളത് അതെടുത്ത് നമ്മളെ റൗണ്ട് റീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇങ്ങനെ ഈ പ്രോസസ്സ് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, എത്ര അൺലിമിറ്റഡ് നമ്പർ ഓഫ് ടൈംസ് ഇത് ചെയ്യും. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്പർ 6 അപ്പ് ലൈനിൽ പോയ ശേഷം വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യും. പിന്നെ നമ്മൾക്ക് ഇതുപോലെ ഇത് മിനിമം 0.025. അപ്പം അടുത്ത സ്റ്റേജിൽ നമ്മൾ നമ്പർ 2, അതായത് ഇതിൻ്റെ ഡബിൾ എമൗണ്ട് 0.5 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മളിപ്പോൾ ആദ്യം ഇത് കാറ്റഗറി ഈ പറഞ്ഞ പോലെ നമ്മൾ മൂന്നാൾക്കാരുണ്ട്. മൂന്നാമത്തെ ആൾ അപ്പ് ലൈനിൽ അവർ പോയി, ഐ മീൻ ഇറ്റ്സ് റീആക്ടിവേറ്റ് ചെയ്യും. പിന്നെ പാർട്ട്ണർ അവർ ഒന്നുകൂടി ആക്ടിവേറ്റ് ആയാൽ അത് അവർ രണ്ടുപേരും കിട്ടുന്ന ഇൻകം ഇതറിയും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കത് കിട്ടും. അപ്പോൾ ആക്റ്റീവ് ആയാൽ അവർക്ക് ആ രണ്ടാമത്തെ സ്ലോട്ട് ഓട്ടോമാറ്റിക്കലി അവർ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ജോയിൻ, ഇപ്പം ഞാൻ ഇതിൽ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഓൾറെഡി ഫസ്റ്റ് 4, 1, 2, 3 ഇത് 12 സ്ലോട്ട് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ. ആ 12 സ്ലോട്ടിൽ ഓൾറെഡി ഞാൻ ഫസ്റ്റത്തെ 4 ഓൾറെഡി ബുക്ക് ചെയ്തു. ഓക്കെ, അത് X3ലും X4ലും. ഓക്കെ, ടോട്ടൽ 0.35 ഈത്തറിയം, അതായത് ഏകദേശം റഫ്ലി അറൗണ്ട് എനിക്ക് തോന്നുന്നത് ഐ ക്യാൻ റിമെമ്പർ എക്സാക്ട് എമൗണ്ട് 0.35 നിങ്ങൾ ഉപയോഗിച്ചാൽ ഒരു 3,000-4,000 രൂപ അത്രയേ ഉള്ളൂ. 3,900 ഏകദേശം അത്ര വന്നു 4 സ്ലോട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വീണ്ടും ടീം ബിൽഡ് ചെയ്യുക. അതിൻ്റെ കോൺസെപ്റ്റ് വെച്ചാൽ ഇത് സ്മാർട്ട് കോൺട്രാക്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഡെയിലി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബാങ്കിങ് ഓരോ കൺട്രോൾ ചെയ്യുന്ന ഒരാൾക്കാരില്ല. അതാണ് ഇത് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആൾക്കാർ കൊണ്ടുവരുന്ന, അവർ കോൺട്രാക്ട് കൊടുക്കുന്നു, അവർ വീണ്ടും വേറെ ആൾക്കാരെ കൊണ്ടുവരുന്നു. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് ഇത് ഡയറക്റ്റ് വാളറ്റിലേക്ക് ഇൻസ്റ്റൻറ്റ് പേ ഔട്ടാണ്. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഇത് സ്മാർട്ട് കോൺട്രാക്റ്റ് ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ തേർഡ് ഫോർത്തിലേക്ക് നമ്മൾ ഓൾറെഡി ഇത് ഓരോ സ്റ്റേജ് ഫില്ല് ചെയ്യുന്നതനുസരിച്ച് മാർക്ക് സ്ലോട്ട് ബുക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻ ദിസ് കാറ്റഗറിയിൽ ഇത് 3ഉം 4ആയി. ഓൾറെഡി ആ എക്സ്ക്ലമേഷൻ മാർക്ക് കാണുന്നത് എന്താ വെച്ചാൽ അഞ്ചാമത്തെ ഓൾറെഡി അവർക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അത് അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ അവർ ടോപ്പ് ലൈനിലുള്ള ആരെങ്കിലും വേറെ കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടേണ്ട ഇൻകം 4 കിട്ടേണ്ട ഇൻകം ആ ടോപ്പ് 5ൻ്റെ മുകളിലുള്ള അവർക്കുള്ള ടോപ്പ് ലൈനിൽ കിട്ടും. അതേ കോൺസെപ്റ്റിൽ ഇപ്പോൾ 6 ഇപ്പോൾ ഇത് ഫുള്ളായി, 5 ഫുള്ളായാൽ 6ാമത്തെ അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണ്. അപ്ഗ്രേഡ് ഞാൻ ചെയ്തില്ലെങ്കിൽ അത് അവർ ടോപ്പ് ലൈനിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം വെച്ചാൽ നമ്മൾ ഓരോ കാറ്റഗറി 4, 5, 6 ഫില്ല് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. മാക്സിമം അപ് ടു 12 ലെവൽ. ഓരോ ലെവൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിൾ ആവും. ഓക്കെ, ഇപ്പോൾ ആദ്യം 0.025, നെക്സ്റ്റ് 0.5, 1, അതേപോലെ നമുക്ക് കിട്ടുന്ന റിട്ടേണും ഓട്ടോമാറ്റിക്കലി ഡബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അതാണ് ഇത്. പിന്നെ ഇതിൻ്റെ ബോണ്ടിങ് സ്ട്രോങ് ആയിട്ട് ചെയ്യണം, കാരണം ഇത് റിപ്പീറ്റ് ഈ പ്രോസസ്സ് അൺലിമിറ്റഡ് ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്കറിയാത്ത വഴി, കാരണം ഇതൊരു നമ്മൾ ടീം ബിൽഡ് ചെയ്ത് ചെയിന് പോലെ കൊണ്ടുവന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ അണ്ടറിൽ വരുവാണെങ്കിലും ഡയറക്റ്റ് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത്ര സ്ട്രോങ് ആവും ഇതിൻ്റെ ബോണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രൊജക്റ്റ് ഇത് റഷ്യയിൽ നിന്ന് ഒരു റഷ്യൻ ഡെവലപ്പേഴ്സ് ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റാണ്. സ്മാർട്ട് കോൺട്രാക്ട് ഓൾവേസ് എത്തീറിയം ബേസ്ഡ് ആണ്. ഓക്കെ, പിന്നെ ഇതിൽ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൽ ഭയങ്കര ഒരു ഇൻകം പൊട്ടൻഷ്യൽ ആണുള്ളത്. മാക്സിമം $3,50,000 ഇത് ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ആയി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെ ജോയിൻ ആക്കാം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് ഇതേറിയം വാങ്ങിക്കാൻ അറിയില്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള ഡീറ്റെയിൽസും വീഡിയോസും ഞാൻ വരുന്നതാണ്. പക്ഷേ നമുക്ക് നമ്മളെ ടെലിഗ്രാം ചാനലോ അല്ല വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഫുൾ സപ്പോർട്ട് തരുന്നതാണ്. ഓക്കെ, സോ ഇതിൽ കാണിക്കുന്നത് പോലെ ലെവൽ 1 $19 വരെ $1,50,000 ഒരു സൈഡും, മറ്റേ സൈഡ് അതേപോലെ $25 വരെ 2 ലക്ഷം, ടോട്ടൽ 3.5 ലക്ഷം 1,430 ഇതേറിയം. അതായത് ഇറ്റ്സ് അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ആണ്. ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. കൊറോണ ടൈംസ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു വർക്ക്.
എന്തായാലും അത് വർക്കാവും. നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം പെട്ടെന്ന് ജോയിൻ ആക്കുക. എന്നിട്ട് ആൾക്കാർ ഇത് ഈ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും സപ്പോർട്ട് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനൽ അല്ലെങ്കിൽ വാട്സാപ്പ് സപ്പോർട്ടിൽ ജോയിൻ ചെയ്യുക. ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഇതിന് എങ്ങനെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോസ് ഞാൻ ഇടാം, എങ്ങനെ ജോയിൻ ആക്കണം, അല്ലെങ്കിൽ ഇതെറിയം വാങ്ങിക്കാൻ അറിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞുതരാം. ഓക്കെ, സോ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഈ അറ്റ്ലീസ്റ്റ് 3 സ്ലോട്ട് ബ്ലോക്ക് ചെയ്യാം. 0.35 ഇത്തീറിയം ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ കാണിച്ച പോലെ 3 സ്ലോട്ട് ബ്ലോക്ക് ചെയ്യാൻ അത് ഏകദേശം 4000 രൂപയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ ഒറ്റ ഒരു സ്ലോട്ട് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നാൽ മതി. 0.025 ജസ്റ്റ് എന്തായാലും ഒരു 10,000 രൂപേൻ്റെ ഉള്ളിലാണ്. $810 $15 എടുക്കുകയുള്ളൂ ഇനീഷ്യൽ 1 സ്ലോട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ. പക്ഷെ മാക്സിമം പൊട്ടൻഷ്യൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ഫുൾ സ്ലോട്ട് എടുക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. പ്ലീസ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ, എന്നിട്ട് ചാനൽ ജോയിൻ ചെയ്യുക. ഫുൾ സപ്പോർട്ട്, ലെറ്റ്സ് ജോയിൻ ഇറ്റ് ആൻഡ് നമുക്കിത് ഭയങ്കരമായി റോക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.